ഹായ്, ഞാൻ ഉണ്ണിക്കട മകളുടെ ഞാൻ തീറ്റ പറ്റി വന്നിരിക്കുകയാണ്. ഇന്നത്തെ എന്റെ ഭക്ഷണം കണ്ട ഇതാണ്. ഇതൊക്കെ ഞാൻ തിരിച്ച് വേസ്റ്റിൽ ഇടാൻ പോവാണ്. നമുക്ക് വേണ്ട. നമ്മുടെ ശരീരം നമ്മൾ നോക്കണേ, നമ്മൾ നോക്കുക. എന്ത് ആഗ്രഹത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ് അത്. ഉണ്ണിക്കണ്ണന്റെ വണ്ണം കുറഞ്ഞു കാണാൻ നിങ്ങളെ പോലെ എനിക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ആൾക്ക് ഡയറ്റ് പറഞ്ഞു കൊടുത്താൽ ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റോ ഒരു ട്രെയിനറോ ആരോ ആയിക്കോട്ടെ എന്തുകൊണ്ട് എഗ്ഗിന്റെ യോക്ക് ഒഴിവാക്കാൻ പറഞ്ഞു. ഏറ്റവും ഹെൽത്തിയർ ആയിട്ടുള്ള ഓപ്ഷനാണ് എഗ് യോക്ക് എന്ന് പറയുന്നത്. ഇനി വണ്ണം കുറയേണ്ടവർക്കായാലും വണ്ണം കൂട്ടേണ്ടവനായാലും എഗ്ഗിന്റെ യോക്ക് കഴിച്ചെന്ന് പറഞ്ഞിട്ട് യാതൊരു പ്രശ്നം ഉണ്ടാവുന്നില്ല. എഗ് യോക്കിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്, ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്, വിറ്റാമിൻ അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പറയുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എഗ് യോക്കിൽ ഫാറ്റ് ഉണ്ട്. ഫാറ്റ് ഒരു പ്രശ്നമേ അല്ല. ഹെൽത്തി ഫാറ്റ്, അതായത് ഡയറ്ററി കൊളസ്ട്രോൾ, നിങ്ങളുടെ ബ്ലഡ് കൊളസ്ട്രോൾ ലെവൽസിൽ മിനിമൽ ഇമ്പാക്റ്റ് പോലും ഉണ്ടാക്കുന്നില്ലെന്ന് റീസെന്റ് സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ ഉണ്ണിക്കണ്ണന്റെ ഡെയിലി പ്രോട്ടീൻ റിക്വയർമെന്റ് എത്രയാണോ അതിനനുസരിച്ചായിരിക്കാം എഗ് വൈറ്റ് കഴിക്കുന്നത്. പക്ഷേ ഈ വീഡിയോ തരുന്നത് ഒരു തെറ്റായ സന്ദേശമാണ്. ഇന്ത്യയിലെ വിറ്റമിൻ കുറപാടിനാല ഒരു നാளைக்கு 5000 കുഴந்தைங்க ഇറങ്ങുന്നു. ഒരു സാധാരണക്കാരന് അല്ലെങ്കിൽ ഒരു മലയാളിക്ക് കഴിക്കാൻ പറ്റുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള, അവന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് സോഴ്സ് ആണ് എഗ് എന്ന് പറയുന്നത്. അതിന്റെ മഞ്ഞ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഡയറ്റ് ഒരിക്കലും പെർഫെക്റ്റ് ആവില്ല. സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ.